ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നോട്ട് തേടി നെട്ടോട്ടമോടുന്ന ജനങ്ങൾക്ക് ആശ്വാസവുമായി സഞ്ചരിക്കുന്ന ATM നഗരത്തിലെത്തി. 3 വണ്ടികളിലായി ജനങ്ങളിലേക്കെത്തിയ ഈ ATMിലൂടെ ഏറ്റവും കുറഞ്ഞത് 100 പേർക്ക് സേവനം ലഭ്യമാകും. ഒരാഴ്ചയായി നോട്ട് പിൻവലിക്കൽ നടപടിയിലൂടെ വലയുന്ന ജനങ്ങൾക്ക് SBI ആണ് ഈ സഞ്ചരിക്കുന്ന ATMന്റെ സേവനം ലഭ്യമാക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. വാഗ്ദാനങ്ങളിലൊതുങ്ങി എങ്ങുമെത്താതെ ലൈറ്റ് മെട്രോ പദ്ധതി. സാമ്പത്തിക ബാധ്യത വരുമെന്നതിനാൽ പദ്ധതി രേഖകളിൽ മാത്രം. ഭ്രാന്തൻ ജൽപ്പനങ്ങളുടെ തിക്താനുഭവങ്ങളാണ് ജനങ്ങളുടെ ദുരിതത്തിന് കാരണമെന്ന് AITUC ജില്ലാ പ്രസിഡന്റ് KG പങ്കജാക്ഷൻ. നോട്ട് നിരോധന നടപടിയിൽ പ്രതിഷേധിച്ച് SBI മാർച്ച്. മോദിയുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ മുന്നൊരുക്കമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം PC ഭാസ്കരൻ. വാർത്തകൾ വിശദമായി. ഭ്രാന്തൻ ജൽപ്പനങ്ങളുടെ തിക്താനുഭവങ്ങളാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് AITUC ജില്ലാ പ്രസിഡന്റ് KG പങ്കജാക്ഷൻ. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധന നടപടിയിൽ പ്രതിഷേധിച്ച് മാനാഞ്ചിറ SBI ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധന നടപടി 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നഗരത്തിൽ പ്രതിഷേധ സമരങ്ങളും ആളിക്കത്തുകയാണ്. ജനജീവിതം ദുസ്സഹമാക്കിയുള്ള കേന്ദ്ര നയത്തിൽ പ്രതിഷേധിച്ച് തൊഴിലാളി സംഘടനകൾ മാനാഞ്ചിറ SBI ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം AITUC ജില്ലാ പ്രസിഡന്റ് KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഭ്രാന്തൻ ജൽപ്പനങ്ങളുടെ തിക്താനുഭവങ്ങളാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മോദിയും മോദിയുടെ കേരളത്തിലെ അംബാസിഡറുമായ കുമ്മനവും തൊഴിലാളികളുടെ ദൈനംദിന ജീവിതം കൊണ്ട് പന്താടുകയാണ്. കേന്ദ്രത്തിന്റെ വികടനയങ്ങളുടെ ഭാഗമാണ് ജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങളെന്നും അദ്ദേഹം ആരോപിച്ചു. ഞങ്ങൾ ആരും കള്ളപ്പണക്കാരല്ല. ഈ ക്യൂ നിൽക്കുന്നവരാരും കള്ളപ്പണക്കാരല്ല. നരേന്ദ്രമോദിയും കുമ്മനം രാജശേഖരനും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. സാധാരണ ജനങ്ങളാണ്, ചുമട്ടുതൊഴിലാളികളാണ്, ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്, വഴിയോര കച്ചവടക്കാരാണ്, ലോട്ടറി തൊഴിലാളികളാണ്, കർഷക തൊഴിലാളികളാണ്. ഞങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഞങ്ങളുടെ ദൈനംദിന ജീവിതമാണ് നിങ്ങൾ പന്താടുന്നത്, നിങ്ങൾ ദുരിതത്തിലേക്കാക്കിയിരിക്കുന്നത്. ഒരു മനുഷ്യന് അധികാരത്തിന്റെ ഉന്മത്തം സമനില തെറ്റിപ്പോയി. ധർണാ സമരത്തിൽ നഗരത്തിലെ തൊഴിലാളികളടക്കമുള്ള പ്രതിനിധികൾ അണിനിരന്നു. കറൻസി ദുരിതം പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ നീക്കം. കോഴിക്കോടിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമായി കണ്ട ലൈറ്റ് മെട്രോ പദ്ധതി എങ്ങുമെത്തിയില്ല. സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത വരുമെന്നതിനാൽ പദ്ധതി രേഖകളിൽ മാത്രമായി നിൽക്കുകയാണ്. കോഴിക്കോട്ടെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ലൈറ്റ് മെട്രോ പദ്ധതിക്ക് DMRC ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും പദ്ധതി ഇപ്പോഴും പ്രാരംഭഘട്ടത്തിൽ തന്നെ നിൽക്കുന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് മുതൽ കരിപ്പൂര് എയർപോർട്ട് വരെയുള്ള പദ്ധതിയായിരുന്നു ആദ്യം വിഭാവനം ചെയ്തിരുന്നതെങ്കിലും പിന്നീട് മെഡിക്കൽ കോളേജ് മുതൽ മീഞ്ചന്ത വരെയാക്കി മാറ്റി. 13.33 കിലോമീറ്റർ പദ്ധതിക്ക് 2509 കോടി രൂപയാണ് കണക്കാക്കിയത്. കോഴിക്കോട് കൂടാതെ തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. കോച്ചുകളുടെ രൂപഘടന നിശ്ചയിക്കാൻ നിർമ്മാതാക്കളായ രാജ്യാന്തര കമ്പനികളെയും ക്ഷണിച്ചിരുന്നു. കോഴിക്കോട്ടെ ലൈറ്റ് മെട്രോ പദ്ധതി സാധ്യതാ പഠനം അടക്കമുള്ള പഠനങ്ങൾ കഴിഞ്ഞപ്പോൾ സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത വരുമെന്നതിനാൽ ലൈറ്റ് മെട്രോയുടെ പ്രവർത്തനം ഇപ്പോഴും രേഖകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കോഴിക്കോട്ടെ റോഡ് വികസനം പോലും ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ പദ്ധതി ഇപ്പോൾ മോണോറെയിലാണോ അതോ ലൈറ്റ് മെട്രോയാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. മോദിയുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ മുന്നൊരുക്കമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം PC ഭാസ്കരൻ. കറൻസി അസാധുവാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് മാനാഞ്ചിറ SBIയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മോദി സർക്കാരിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കെതിരെ വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടന്നു. മാനാഞ്ചിറ SBI ഓഫീസിലേക്ക് നടന്ന മാർച്ച് പാർട്ടി സംസ്ഥാന സമിതി അംഗം PC ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മുന്നൊരുക്കങ്ങളില്ലാത്ത കേന്ദ്ര നടപടി ജനങ്ങളെ വലയ്ക്കുകയാണെന്നും മോദിയുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ മുന്നൊരുക്കമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ ജനങ്ങൾക്ക് ദുരിതം വരുന്ന ഒരു സർക്കാർ നമുക്കെതിരാണ്. ഇത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്ന വലിയൊരു വിപത്തിന്റെ നാന്തിയാണോ ഇതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് വള്ളത്തോൾ പാടിയതുപോലെ ശാന്തമായ മേൽവീന നീരിനകത്ത് ഒരിളക്കമുണ്ടായി ഏതോ വിപത്തിൻ മുളകൾ പോലെ വള്ളത്തോൾ പാടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു വിപത്തിന്റെ മുന്നറിയിപ്പായി കാണാൻ ഇന്ത്യൻ ജനത തയ്യാറാണ്. ആരാണ് ഈ മോഡി? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്? അദ്ദേഹത്തിന്റെ സാമ്പത്തിക അടിത്തറ എന്താണ്? അദ്ദേഹത്തിന്റെ വിദേശ കാഴ്ചപ്പാട് എന്താണ്? അദ്ദേഹം നോട്ടുകൾ റദ്ദാക്കി ആദ്യം ഓടിപ്പോയത് ജപ്പാനിലാണ്. ഇങ്ങനെ വിദേശയാത്ര നടത്തിയൊരു സംസ്ഥാന സമിതി അംഗം PK അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അസ്ലം ചെറുവാടി, ജില്ലാ ജനറൽ സെക്രട്ടറി AP വേലായുധൻ, FM അബ്ദുള്ള, മുസ്തഫ പാലായി, സക്കറിയ കൊടുവള്ളി, സുബൈദ കക്കോടി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നോട്ട് തേടി ജനം വലയുമ്പോൾ സഞ്ചരിക്കുന്ന ATMുമായി SBI രംഗത്ത്. സ്വൈപ്പിംഗ് മെഷീൻ ഉരച്ച് പണം കൈപ്പറ്റാവുന്ന ഈ സംവിധാനം ജില്ലയിൽ 3 വാഹനങ്ങളിലായി സേവനം നടത്തുന്നു. നോട്ട് തേടി ജനം വലയുമ്പോൾ പുതിയ പരിഹാര നടപടികളുമായി SBI രംഗത്ത്. ജനങ്ങളുടെ ദുരിതം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി SBI സഞ്ചരിക്കുന്ന ATMുമായി നഗരങ്ങളിലെത്തി. ജില്ലയിൽ 3 വണ്ടികളിലായാണ് ഈ സേവനം. ഓരോ വണ്ടിയിലും ദിവസം 2 തവണ പണം നിറയ്ക്കും. 2 ലക്ഷം രൂപ വീതമാണ് ഓരോ തവണയും നിറയ്ക്കുന്നത്. സ്വൈപ്പിംഗ് മെഷീനിൽ ഉരച്ച് പണം കൈപ്പറ്റാവുന്ന ഈ സംവിധാനത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 100 പേർക്ക് സേവനം ലഭിക്കുന്നു. SBI മേഖലാ ഓഫീസ് പരിധിയിൽ വാഹനങ്ങൾ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ പ്രവർത്തിക്കുന്നു. NIT, സിവിൽ സ്റ്റേഷൻ, എലത്തൂർ, പാളയം, ടൗൺഹാൾ എന്നിവിടങ്ങളിൽ സഞ്ചരിക്കുന്ന ATM എത്തി. ATM വാഹനങ്ങൾക്ക് പോലീസ് കാവലും ഏർപ്പെടുത്തി. SBIയുടെ ഈ പുതിയ സംരംഭം ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമാവുന്നു. മുത്തൂറ്റ് ഫിനാൻസ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. തൊഴിലാളി സംഘടന രൂപീകരിച്ചതിന്റെ പേരിൽ ഒരുപറ്റം ജീവനക്കാരെ അന്യസംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. മാനാഞ്ചിറ മുത്തൂറ്റ് ഫിനാൻസ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് CC രതീഷ് ഉദ്ഘാടനം ചെയ്തു. മുത്തൂറ്റ് മാനേജ്മെന്റിന്റെ തൊഴിൽ ചൂഷണത്തിനെതിരെ തൊഴിലാളി സംഘടന രൂപീകരിച്ചതിന്റെ പേരിലാണ് മുത്തൂറ്റ് ഫിനാൻസിൽ നിന്ന് ഒരുപറ്റം ജീവനക്കാരെ അന്യായമായി മാനേജ്മെന്റ് ട്രാൻസ്ഫർ ചെയ്തത്. സംഘടന രൂപീകരിച്ചെന്നാരോപിച്ച് ഒരു ജീവനക്കാരനെ പിരിച്ചുവിടുകയും ചെയ്തു. തൊഴിലാളി നേതാക്കളെയും സ്ത്രീകളെയും അടക്കം 100ഓളം ജീവനക്കാരെ സംസ്ഥാനത്തിന് പുറത്തേക്കും വിദൂര ബ്രാഞ്ചുകളിലേക്കും സ്ഥലം മാറ്റിയെന്നാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. മാനാഞ്ചിറ മുത്തൂറ്റ് ഫിനാൻസ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തിയാണ് ജീവനക്കാരുടെ പ്രതിഷേധം. സസ്പെൻഷനുകൾ പിൻവലിക്കുക, പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക, സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. മുത്തൂറ്റ് ഫിനാൻസിന്റെ 785 ബ്രാഞ്ചുകളിലും 12 റീജിയണൽ ഓഫീസുകൾക്ക് മുൻപിലുമാണ് ജീവനക്കാർ പ്രതിഷേധം നടത്തുന്നത്. സംഘടന രൂപീകരിച്ചതിന്റെ പ്രതികാര നടപടികളെ ചെറുത്തു തോൽപ്പിക്കാനാണ് ജീവനക്കാരുടെ ശ്രമം. നമ്മൾ ഈ സമരം, അതായത് മാനേജ്മെന്റ് ഈ വിഷയം, അതായത് നമ്മൾ ഉന്നയിച്ചത് ശമ്പളം വർദ്ധിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റ് ഒരു കമ്പനിക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നുമല്ല നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് സംഘടനാ സ്വാതന്ത്ര്യം, അതാണ് നമ്മളെ പ്രധാനപ്പെട്ടത്. സംഘടനാ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത് വരെ നമ്മൾ പ്രക്ഷോഭത്തിൽ തന്നെയാണ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ചിറ്റ് ആൻഡ് ഫിനാൻസ് എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി CC രതീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം ലിനക് തോമസ്, P ഫ്രാൻസ് തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോയിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തിന് നവംബർ 15 പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിക്കുന്നു. 7 ദിവസങ്ങളിലായി ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹാക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്വാമിനി ശിവാനന്ദപുരി ഉൾപ്പെടെയുള്ള പണ്ഡിത ശ്രേഷ്ഠരുടെ പ്രഭാഷണ പരമ്പര, സാംസ്കാരിക സമ്മേളനം, അന്നദാനം എന്നിവയ്ക്ക് പുറമെ കേരളത്തിലെ പ്രമുഖരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന അത്യുഗ്രൻ കലാവിരുന്നുകളും അരങ്ങേറുന്നു. നവംബർ 15 രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ താരങ്ങൾ അണിനിരക്കുന്ന സ്റ്റാർ നൈറ്റ് മെഗാ ഷോ. 16 രാത്രി വാദ്യമേള കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ തൃത്തായമ്പക. 17 രാത്രി കാലിക്കറ്റ് V4U അവതരിപ്പിക്കുന്ന മെഗാ കോമഡി ഷോ. 18 രാത്രി പിന്നണി ഗായകൻ നിഷാദ് നയിക്കുന്ന ഗാനമേളയും അരങ്ങേറുന്നു.
ഉത്സവത്തിന്റെ 5ാം ദിവസം 5 ദേശങ്ങളിൽ നിന്നും ആബാലവൃന്ദം ജനങ്ങൾ പങ്കുചേരുന്ന വരവാഘോഷവും നവംബർ 20 രാവിലെ 8 മണി മുതൽ ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുയരുന്ന നാരായണ മന്ത്രത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കോടിയർച്ചനയും വൈകിട്ട് 6 മണിക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ദാരുരഥത്തിൽ ദേവന്റെ തിടമ്പെഴുന്നള്ളിക്കുന്ന അത്യപൂർവ ചടങ്ങും നടക്കുന്നു. ഭക്തിയും സാഹോദര്യവും സാംസ്കാരിക തനിമയും ഒത്തുചേരുന്ന മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവം നവംബർ 15 മുതൽ 21 വരെ. ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കുചേരാൻ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം. When the eyes are settled, don't settle for anything else. I'm not the star. She is. My bridal diamond jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായി കോഴിക്കോട് സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർ ക്യാപ്റ്റനായ കളക്ടേഴ്സ് 11 അലക്സാണ്ടർ ക്യാപ്റ്റനായ ചിൽഡ്രൻസ് ഹോം 11 തമ്മിലുള്ള സൌഹൃദ മത്സരം നവംബർ 18 മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കും. ചൈൽഡ് ലൈൻ സേദോസ്തി ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെയും മലബാർ ക്രിസ്ത്യൻ കോളേജ് NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ N. പ്രശാന്ത് IASന്റെ നായകത്വത്തിലുള്ള കളക്ടേഴ്സ് 11 ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലുള്ള ചിൽഡ്രൻസ് ഹോം 11 സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. നവംബർ 18 വൈകുന്നേരം 3 മണിക്ക് ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലാണ് മത്സരം നടക്കുക. ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ചൈൽഡ് ഫ്രണ്ട്ലി ലീഗൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സ്കീം നാഷണൽ ലെവലിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ഈ അവർക്ക് ലീഗലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് സിസ്റ്റത്തിനോടുള്ള ഒരു എവർഷൻ വരുന്നുണ്ട്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്, ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആക്കിയിട്ട് അവരുടെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യം. കളക്ടേഴ്സ് 11നായി ജില്ലാ കളക്ടർ N. പ്രശാന്ത് IAS, സബ് ജഡ്ജ് RL ബൈജു, അസിസ്റ്റന്റ് കളക്ടർ K. ഇമ്പശേഖരൻ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ EP പൃഥ്വിരാജ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ ബരദൂർ, CRC ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി എന്നിവരും ചിൽഡ്രൻസ് 11നായി അലക്സാണ്ടർ, അഭിനേഷ്, ജാവേദ് ഖാൻ, അരുൺ, അനീഷ്, അഫ്സൽ, വിനോദ്, അജിത്ത്, ദശരഥൻ, അജിത്, ഉണ്ണിക്കുട്ടൻ, സുഭാഷ് എന്നിവരും കളത്തിലിറങ്ങും. മലബാർ ക്രിസ്ത്യൻ കോളേജ് കായിക വിഭാഗം തലവൻ ഹരി മത്സരങ്ങൾ നിയന്ത്രിക്കുമെന്നും സബ് ജഡ്ജ് RL ബൈജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പച്ചയണിഞ്ഞ KA ഫ്രാൻസിസിന്റെ വർണ്ണസ്മൃതി ചിത്ര പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. പ്രകൃതിയുടെ നേർക്കാഴ്ചകൾ പകരുന്ന പ്രദർശനത്തിൽ വ്യത്യസ്തവും കൌതുകവുമായ 30ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. പരിസ്ഥിതി സൌന്ദര്യ ദർശനങ്ങൾ റിയലിസ്റ്റിക് ആവിഷ്കാരങ്ങളായി സ്വയം വെളിപ്പെടുത്തുന്ന പ്രകൃതിയുടെ പച്ചപ്പ് നിറഞ്ഞ ചിത്രങ്ങളുമായി KA ഫ്രാൻസിസിന്റെ വർണ്ണസ്മൃതി ചിത്ര പ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. യൂണിവേഴ്സൽ ആർട്സിന്റെ സ്ഥാപകനും കേരളത്തിലെ ബാലചിത്രകലാ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനുമായ KP ആന്റണിയുടെ 39ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തോടുള്ള ആദരവായി മകൻ KA ഫ്രാൻസിസ് വർണ്ണസ്മൃതി ചിത്ര പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. മഴയായും കാറ്റായും കടലായും കാക്കയായും പൂച്ചയായും ഉറുമ്പായും നിറങ്ങളിലൂടെ അരിച്ചിറങ്ങുന്ന 30ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. സസ്യലോകത്തിന്റെ നേർചിത്രങ്ങളും പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. കാറ്റും ചിത്രങ്ങൾക്ക് പ്രമേയമാകുന്നു. വിങ്സ് ഓഫ് ലിങ്സ് എന്ന കടൽ ചിത്രം അത്തരത്തിൽ വ്യത്യസ്തമാവുന്നു. കൊതിപ്പിക്കുന്ന ചെങ്കതളിക്കുലയുടെ നിറവിസ്മയത്തിനിടയിൽ അത് കൊത്തിത്തിന്നാനെത്തിയ കാക്കക്കുയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുകൾ ചിത്രത്തിലുടനീളം കാണാം. ഫുഡ് ഫോർ തോട്ട് എന്ന ചിത്രത്തിൽ 2 കരിമ്പൂച്ചകളും അവയുടെ സ്വപ്നത്തിൽ നിറയുന്ന എലിരൂപവും കാണാം. കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ നേർക്കാഴ്ചകളാവുകയാണ് അർബൻ മിറർ, ദി ഗാർഡ് എന്നീ ചിത്രങ്ങൾ. വെൽത്ത് ഇൻ എർത്ത് എന്ന ചിത്ര പരമ്പരയിലെ 3 ചിത്രങ്ങളും റെയിൻ ഡ്രോപ്പ് ഇൻ ഗ്രീൻ, കളർ ട്രീറ്റ്, ഫാമിലി ഇൻ ഗ്രീൻ എന്നീ ചിത്രങ്ങളും വേറിട്ട കാഴ്ചകളാണ് നൽകുന്നത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടന കർമ്മം വിജിലൻസ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് തോമസ് ആണ് നിർവഹിച്ചത്. പ്രകൃതിയുടെ വെളിച്ചവും പ്രകാശവും മാത്രമല്ല, അതിന്റെ ഇരുട്ടും തണുപ്പും കൂടി ആസ്വാദകന് അനുഭവിപ്പിക്കുന്ന ചിത്ര പ്രദർശനം നവംബർ 22 സമാപിക്കും. മതപരമായ ചൂഷണങ്ങൾക്കെതിരെ ISM നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നവംബർ 19 ശനിയാഴ്ച തുടക്കമാകും. മലപ്പുറത്ത് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ പൊതുമനസ്ഥിതി ഉയർത്തുക,
അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഉടൻ നടപ്പിൽ വരുത്തുക, ആത്മീയ വാണിഭം കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ISM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ ആദർശ യൗവനം എന്ന പ്രമേയത്തിൽ നടക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നവംബർ 19 ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രചരണത്തിന്റെ ഭാഗമായി യുവജാഗ്രത, ജനകീയ സംവാദം, ബോധന സായാഹ്നം, സാംസ്കാരിക പ്രതിഷേധം തുടങ്ങിയ പരിപാടികൾ നടത്തും. റെയിൽവേ സ്റ്റേഷനുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയർപോർട്ടുകൾ, ബസ് സ്റ്റാൻഡുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ISM വളണ്ടിയർമാർ ലഘുലേഖകൾ വിതരണം ചെയ്യും. സംസ്ഥാനതല ഉദ്ഘാടനം നിയമസഭാ പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിർവഹിക്കുമെന്നും ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജാബിർ അമാനി പറഞ്ഞു. പ്രശസ്തമായ ഗോദീശ്വരം ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി ഭക്തർക്കായി സമർപ്പിച്ചു. ഭക്തരുടെ ശയന പ്രദക്ഷിണത്തോടെയാണ് സമർപ്പണം നടന്നത്. ശില്പകലാ വിദഗ്ധർ ഷൊർണൂർ രവീന്ദ്രനാണ് പ്രദക്ഷിണ വഴി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ബുധനാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പൂജാതി കർമ്മങ്ങൾക്ക് ശേഷമാണ് പ്രദക്ഷിണ വഴി സമർപ്പിച്ചത്. ഭക്തജനങ്ങളുടെ ശയന പ്രദക്ഷിണത്തോടെയായിരുന്നു സമർപ്പണ ചടങ്ങ്. സമർപ്പണ ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് ഇമ്പിച്ചുട്ടി, വാസുദേവൻ പനോളി, എടത്തൊടി വേലായുധൻ, വത്സരാജൻ, ഭാരത് സിമന്റ് ഹോളോബ്രിക്സ് MD ബാലകൃഷ്ണൻ PT, വിശ്വംഭരൻ M, P ജനാർദ്ദനൻ, KT സന്തോഷ്, M സുന്ദരൻ എന്നിവർ പങ്കെടുത്തു. ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പ്രദക്ഷിണ വഴി കല്ലുപാകിയത്. ഇതിനായി വിശേഷപ്പെട്ട ശിലകൾ കന്യാകുമാരിയിൽ നിന്നും എത്തിച്ചു. ശില്പകലാ വിദഗ്ധൻ ഷൊർണൂർ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് 2 മാസം കൊണ്ട് പണികൾ പൂർത്തിയാക്കിയത്. കാശി, രാമേശ്വരം എന്നീ ഗണത്തിൽപ്പെട്ട 3ാമത്തെ ശിവപ്രതിഷ്ഠയാണ് ഗോദീശ്വരത്തേത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രവും അതിപുരാതനമായ ശിവപ്രതിഷ്ഠയും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. പിതൃപൂജകൾക്കായി അനേകം ഭക്തർ എത്തുന്ന ക്ഷേത്രം കൂടിയാണ് ഗോദീശ്വരം ശിവക്ഷേത്രം. പ്രദക്ഷിണ വഴി സമർപ്പണ ചടങ്ങിൽ മാതൃസമിതി അംഗങ്ങളും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. കോഴിക്കോട് ജയൻ സ്മാരകവേദിയും പുണ്യമിത്ര മാസികയും ജയൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തോടൊപ്പം നിറഞ്ഞ സദസ്സിൽ ജയൻ നായകനായ അങ്ങാടി പ്രദർശിപ്പിച്ചു. അകാലത്തിൽ മലയാള സിനിമയ്ക്ക് നഷ്ടമായ നടൻ ജയനെ കോഴിക്കോട് നഗരം അനുസ്മരിച്ചു. ജയൻ നായകനായി തിളങ്ങിയ അങ്ങാടി എന്ന ചിത്രം ടൌൺഹാളിൽ ബുധനാഴ്ച വൈകിട്ട് പ്രദർശിപ്പിച്ചപ്പോൾ അത് കാണാനായി പ്രായഭേദമില്ലാതെ നിരവധി പേരാണ് എത്തിയത്. അങ്ങാടിയിലെ തൊഴിലാളി യൂണിയൻ നേതാവായ ബാബു എന്ന കഥാപാത്രമായാണ് ജയൻ ചിത്രത്തിൽ അഭിനയിച്ചത്. കോഴിക്കോട് ജയൻ സ്മാരകവേദിയും പുണ്യമിത്രം മാസികയും സംഘടിപ്പിച്ച പരിപാടിയിൽ അനുസ്മരണ സമ്മേളനത്തിന് ശേഷമാണ് അങ്ങാടി പ്രദർശിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനം മേയർ തോട്ടത്തിൽ രവീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. എന്തെല്ലോ ഒരു പ്രത്യേകതകൾ അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം. സാഹസികമായിട്ടുള്ള എന്തും നേരിട്ട് ചെയ്യാൻ ഉള്ള ത്രാണി, സന്നദ്ധനായിട്ടുള്ള, സ്വാഭാവികമായിട്ടും കൂടെ സൂചിപ്പിച്ചല്ലോ, ഗ്രൂപ്പുകൾ വെച്ചിട്ടല്ലാതെ സ്വയം ചെയ്യാൻ തയ്യാറായിട്ടുള്ള വളരെ അപൂർവ നടന്മാർ മാത്രമാണ്. അതിൽ ഒരു പ്രമുഖ സ്ഥാനീയനായിരുന്നു ശ്രീ ജയൻ എന്ന് നമുക്കൊക്കെ അറിയാം. പുരുഷൻ കാട്ടിലുണ്ടി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേവസിക്കുട്ടി, സത്യചന്ദ്രൻ പൊയിൽക്കാവ്, ശ്രീനിവാസൻ ബാലുശ്ശേരി, മോഹൻ ചീക്കിലോട്, സതീഷ് കുന്നത്തറ, അശോകൻ ബാലുശ്ശേരി, UK രാജൻ, കൃഷ്ണൻ ബാലബോധിനി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോയിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തിന് നവംബർ 15 പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിക്കുന്നു. 7 ദിവസങ്ങളിലായി ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹാക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്വാമിനി ശിവാനന്ദപുരി ഉൾപ്പെടെയുള്ള പണ്ഡിത ശ്രേഷ്ഠരുടെ പ്രഭാഷണ പരമ്പര, സാംസ്കാരിക സമ്മേളനം, അന്നദാനം എന്നിവയ്ക്ക് പുറമെ കേരളത്തിലെ പ്രമുഖരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന അത്യുഗ്രൻ കലാവിരുന്നുകളും അരങ്ങേറുന്നു. നവംബർ 15 രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ താരങ്ങൾ അണിനിരക്കുന്ന സ്റ്റാർ നൈറ്റ് മെഗാ ഷോ. 16 രാത്രി വാദ്യമേള കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ തൃത്തായമ്പക. 17 രാത്രി കാലിക്കറ്റ് V4U അവതരിപ്പിക്കുന്ന മെഗാ കോമഡി ഷോ. 18 രാത്രി പിന്നണി ഗായകൻ നിഷാദ് നയിക്കുന്ന ഗാനമേളയും അരങ്ങേറുന്നു. ഉത്സവത്തിന്റെ 5ാം ദിവസം 5 ദേശങ്ങളിൽ നിന്നും ആബാലവൃദ്ധം ജനങ്ങൾ പങ്കുചേരുന്ന വരവാഘോഷവും
നവംബർ 20 രാവിലെ 8 മണി മുതൽ ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുയരുന്ന നാരായണ മന്ത്രത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കോടിയർച്ചനയും വൈകിട്ട് 6 മണിക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ദാരുരഥത്തിൽ ദേവന്റെ തിടമ്പെഴുന്നള്ളിക്കുന്ന അത്യപൂർവ ചടങ്ങും നടക്കുന്നു. ഭക്തിയും സാഹോദര്യവും സാംസ്കാരിക തനിമയും ഒത്തുചേരുന്ന മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവം നവംബർ 15 മുതൽ 21 വരെ. ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കുചേരാൻ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ജയന്റെ ഓർമ്മകൾക്ക് 36 വയസ്സ് തികയുന്നു. സൂപ്പർ സ്റ്റാർ ജയൻ എന്ന പേരിൽ മാക്സലൻ മൾട്ടിമീഡിയ പ്രവർത്തകർ അനുസ്മരണ സമ്മേളനം നടത്തി. കോഴിക്കോട് നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. മാക്സലൻ മൾട്ടിമീഡിയ പ്രവർത്തകർ അളകാപുരിയിൽ സൂപ്പർ സ്റ്റാർ ജയൻ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ 36ാം ചരമദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. കോഴിക്കോട് നാരായണൻ നായരാണ് ഉദ്ഘാടനം ചെയ്തത്. 35 വർഷം മുമ്പ് കടന്നുപോയ ആ മഹാനടനെ ഓർമ്മിക്കുവാൻ ഇപ്പോഴും കലയുടെ ആസ്വാദകരായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ കൂട്ടായ്മ ഈ അവസരത്തിലൂടെ സംജാതമായിരിക്കുകയാണ്. തേജസ് പെരുമണ്ണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി ആർ നാഥൻ, കെ പി സുനിൽ, ശ്രീകുമാർ മേനോൻ, വിനോദ് കോഴിക്കോട്, നുസ്രത്ത് ജഹാൻ, കാനേഷ് മുനൂർ, ദേവസിക്കുട്ടി മുടിക്കൽ, പ്രകാശ് പയ്യാനക്കൽ, ദിലീപ് മുസ്തഫ, നവീന്ദ്രൻ, ഗോപി മണാശ്ശേരി, ജമാൽ ഫനാൻ, ഇക്ബാൽ റിമസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അസോസിയേഷൻ ഫോർ സോഷ്യോ മ്യൂസിക്കൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുന്ന 2ാമത് APJ ട്രോഫി അഖില കേരള ക്വിസ് മത്സരവും പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക ഗായത്രി അവതരിപ്പിക്കുന്ന ശ്യാമേ ഗസൽ സന്ധ്യയും ടൌൺഹാളിൽ അരങ്ങേറി. ചടങ്ങിനോടനുബന്ധിച്ച് അഖില കേരള ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് കെ മുഹമ്മദ് ഈസ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസോസിയേഷൻ ഫോർ സോഷ്യോ മ്യൂസിക്കൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ് സംഘടിപ്പിച്ച 2ാമത് APJ ട്രോഫി അഖില കേരള ക്വിസ് മത്സരവും പ്രശസ്ത പിന്നണി ഗായിക ഗായത്രി അവതരിപ്പിച്ച ശ്യാമേ ഗസൽ എന്ന ഗസൽ സന്ധ്യയും കോഴിക്കോട് ടൌൺഹാളിൽ അരങ്ങേറി. ചടങ്ങിൽ ക്വിസ് വേദിയിൽ സിൽവർ ജൂബിലി ആഘോഷിച്ച പ്രശസ്ത ക്വിസ് മാസ്റ്റർ നൌഷാദ് അരീക്കോടിനെ ആദരിച്ചു. പ്രശസ്ത സംഗീത സംവിധായകനും ദേശീയ അവാർഡ് ജേതാവുമായ M ജയചന്ദ്രൻ ആശയുടെ വന്ദനാ പുരസ്കാരം സമ്മാനിച്ചു. സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി പ്രതിഭാശാലിയായ ക്വിസ് മാസ്റ്റർ നൌഷാദ് അരീക്കോട്, അദ്ദേഹത്തിന്റെ കൃഷ്ണൻ, അദ്ദേഹം പൊന്നാരണിയിക്കുന്നു. നൌഷാദ് അരീക്കോട് ശ്രീ കമാൽ ബർദൂരിൽ നിന്നും സ്വീകരിക്കുന്നു. ഡോക്ടർ MK മുനിർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേസ്മൻ ഡിജിറ്റൽ മീഡിയ വൈസ് ചെയർമാൻ MV കുഞ്ഞാമു, GTEC MD മെഹറൂഫ് മണലൊടി, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ആശ ജനറൽ സെക്രട്ടറി KK അബ്ദുൽ സലാം, NC അബ്ദുള്ള കോയ, എഞ്ചിനീയർ മുഹമ്മദ് കോയ, PT മുസ്തഫ എന്നിവർ സംസാരിച്ചു. മെഗാ ക്വിസ് മത്സരത്തിൽ +2 തലം വരെയുള്ള കുട്ടികളാണ് പങ്കെടുത്തത്. ഓരോ വിദ്യാലയത്തിൽ നിന്നും 2 പേരടങ്ങുന്ന ടീമിനാണ് മത്സരിക്കാനുള്ള അവസരമൊരുക്കിയത്. പൊതുവിജ്ഞാന ജനറൽ മേഖലയെ ആസ്പദമായിട്ടായിരുന്നു മത്സരങ്ങൾ നടന്നത്. K മുഹമ്മദ് ഈസ ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് 15,000, 10,000, 5,000 എന്നീ ക്യാഷ് പ്രൈസുകളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകി. തുടർന്ന് വന്ന 5 ടീമുകൾക്ക് 1,000 രൂപ സമാശ്വാസ സമ്മാനവും നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മണാശ്ശേരി കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ആയിരങ്ങൾ അണിനിരന്ന വരവാഘോഷം, കോടി അർച്ചന, രഥോത്സവം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത്. വൃശ്ചിക നാളിനെ വരവേറ്റ് പുണ്യവും പവിത്രവുമായ മുക്കം മണാശ്ശേരി കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത സാംസ്കാരിക സമ്മേളനത്തോടെയാണ് ഇത്തവണത്തെ ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറിയത്. നവംബർ 15 മുതൽ നീളുന്ന ആഘോഷങ്ങളിൽ 10,000 പങ്കെടുക്കുന്ന കോടിയർച്ചന, വരവാഘോഷം, പൂജാതി കർമ്മങ്ങൾ തുടങ്ങിയവ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊണ്ടാടും. 30 ടൺ ഭാരവും 11 മീറ്ററോളം ഉയരവുമുള്ള ദീപാലങ്കൃതമായ ദേവരഥത്തിന്റെ എഴുന്നള്ളിപ്പും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമാണ്. വ്രതശുദ്ധിയുള്ള ആയിരക്കണക്കിന് ആളുകളാണ് രഥത്തിന്റെ വടം വലിക്കാനെത്തുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും അന്നദാനവും ഭക്തർക്കായി ഒരുക്കുന്നുണ്ട്. ക്ഷേത്ര മഹോത്സവത്തിന് മേമ്പൊടിയൊരുക്കി മെഗാ കോമഡി ഷോ, തൃത്തായമ്പക, ഗാനമേള, സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറും.
പള്ളിവേട്ടയ്ക്ക് ശേഷമുള്ള ആറാട്ടോടുകൂടി ഇത്തവണത്തെ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങും. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള യുവജന സംഗമം നവംബർ 20 JDT ഓഡിറ്റോറിയത്തിൽ നടക്കും. ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ പി മുജീബ് ഉദ്ഘാടനം ചെയ്യും. 2017 ജനുവരി 14 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള യുവജന സംഗമം വെള്ളിമാടുകുന്ന് JDT ഓഡിറ്റോറിയത്തിൽ നവംബർ 20 ഞായറാഴ്ച നടക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി ഫൈസൽ പൈങ്ങോട്ടായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സന്തുലിതമായ ഇസ്ലാമിക ജീവിത കാഴ്ചപ്പാട് ചെറുപ്പക്കാർക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സാമൂഹിക സംസ്കരണത്തിനു വേണ്ടി അവരെ സജ്ജരാക്കും വിധമുള്ള ഉത്ബോധനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നൽകുന്നതാണ്. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. ബഷീർ മുഹിദ്ദീന്റെ ഖുർആൻ ക്ലാസോടെയാണ് സംഗമം ആരംഭിക്കുക. ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ക്യാപ്റ്റൻ KP രാജൻ എഴുതി പിയാനോ ബുക്സ് പ്രസിദ്ധീകരിച്ച ജലപാതയും സുരക്ഷിത വാഹനങ്ങളും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഹോട്ടൽ കാലിക്കറ്റ് ടവർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. NK മുഹമ്മദ് ആദ്യപ്രതി ഏറ്റുവാങ്ങി. കോസ്റ്റ് ഗാർഡ് മുൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രഭാകരൻ പാലേരി ആമുഖ ഭാഷണം നടത്തി. NK മുഹമ്മദ്, ക്യാപ്റ്റൻ ഹരിദാസ്, പ്രദീപ് ഹുഡിനോ, ക്യാപ്റ്റൻ KP രാജൻ, ഷിബു T ജോസഫ്, മുജീബ് കൂർമത്ത് എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി എങ്ങുമെത്താതെ ലൈറ്റ് മെട്രോ പദ്ധതി. സാമ്പത്തിക ബാധ്യത വരുമെന്നതിനാൽ പദ്ധതി രേഖകളിൽ മാത്രം. ഭ്രാന്തൻ ജൽപ്പനങ്ങളുടെ തിക്താനുഭവങ്ങളാണ് ജനങ്ങളുടെ ദുരിതത്തിന് കാരണമെന്ന് AITUC ജില്ലാ പ്രസിഡന്റ് KG പങ്കജാക്ഷൻ. നോട്ട് നിരോധന നടപടിയിൽ പ്രതിഷേധിച്ച് SBI മാർച്ച്. മോദിയുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ മുന്നൊരുക്കമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം PC ഭാസ്കരൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.